ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. വ്യക്തിപരമായ ജീവിതം, കുടുംബം, അതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, നമ്മളെ ഏൽപ്പിച്ച ആത്മീയ ഭൗമിക ദൗത്യങ്ങൾ, അതൊന്നും വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദൈവവചനം പറയുന്നു, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. അപ്പോൾ എല്ലാ വിഷയത്തിലും ദൈവത്തമ്പുരാൻ്റെ കയ്യൊപ്പ് എല്ലാ വിഷയത്തിലും ഉണ്ടെങ്കിൽ അത് വ്യർത്ഥമായി തീരത്തില്ല. നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ, നമ്മളുടെ തലമുറയുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുടെ പഠന മേഖല, അതുപോലെ നമ്മൾ പണിയുന്ന ഭവനത്തോടുള്ള ബന്ധത്തിൽ, തിരഞ്ഞെടുക്കുന്ന ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ, അങ്ങനെ എല്ലാ മേഖലയിലും ദൈവവചനപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തിയാൽ നാം ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖല, അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ പഠനം, അല്ലെങ്കിൽ എൻ്റെ പഠനം വ്യർത്ഥമായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതം അത് വ്യർത്ഥമായിപ്പോയി, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് തുടങ്ങി അത് വ്യർത്ഥമായിപ്പോയി എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ നോക്കുക, നിങ്ങൾ തിരുവെഴുത്തുകളിൻ പ്രകാരമാണോ ആ വിഷയങ്ങൾ ചിട്ടപ്പെടുത്തിയത്? അതായത് യഹോവ ഭവനം പണിയാതിരുന്നാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും അവൻ്റെ ഭവനം യാതൊരു പ്രതികൂലത്തിലും തകർന്നു വീഴാതെ നിലനിന്നു, ഇല്ലേ? എന്നാൽ തൻ്റെ ബുദ്ധി പറയുന്നത് പോലെ വിഷയങ്ങൾ ക്രമീകരിച്ചവൻ്റെ ആ പദ്ധതി, ആ പ്രവൃത്തി, ആ തൻ്റെ വ്യക്തിത്വം, കുടുംബം, ശുശ്രൂഷയൊക്കെ തകർന്നു പോയി. തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ ക്രമീകരിച്ചെടുത്ത്, പക്ഷേ വചനപ്രകാരം ക്രമീകരിച്ചെടുത്ത് ഒരു പ്രതിസന്ധികൾക്കും തകർക്കാൻ, തളർത്താൻ കഴിഞ്ഞു. ഈ നാളുകളിൽ അപ്രകാരം വചനപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തു, ജീവിതം ധന്യമായി തീരും. ഈ